Yes, welcome back to Arcanex. So +1 admission time നിങ്ങൾ ഹാജരാക്കേണ്ട ഒറിജിനൽ ഡോക്യുമെന്റ്സ്, അതായത് ഏതൊക്കെ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും അപ് ടു ഡേറ്റ് ആയിട്ട് ചാനലിൽ തന്നുകൊണ്ടേയിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ മക്കളെ +1 അഡ്മിഷൻ കിട്ടി, ട്രയൽ അലോട്ട്മെന്റ് വരാൻ പോവാണ് 8-ാം തീയതി. അപ്പോൾ ട്രയലിന് ശേഷം ഉടൻ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സ്കൂളുകളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് ആദ്യം വേണ്ടത് 2 പേജുള്ള അലോട്ട്മെന്റ് ലെറ്റർ. അത് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തുണ്ടാവും? അതിന്റെ വെബ്സൈറ്റിൽ HS ക്യാപ്പിന്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും യൂസർ നെയിമും ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അലോട്ട്മെന്റിന്റെ 2 പേജ് ആണ്. അപ്പൊ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറിയിട്ട് ആ ടൈമിൽ നമ്മൾ ഒന്നും കൂടെ പറഞ്ഞു തരും. ആ 2 പേജിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ വേണം. TCയുടെ സ്കൂളിൽ നിന്ന് കിട്ടും. നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിന്ന് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതിന്റെ ഒറിജിനൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്യുക. ഇതിന്റെയൊക്കെ ഒറിജിനൽ രേഖകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ബോണസ് പോയിന്റിനും ടൈ ബ്രേക്കിങ്ങിനും വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലിറ്റിൽ കൈറ്റ്സോ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ രേഖകൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ഒറിജിനലുമായിട്ട് വേണം നിങ്ങൾ +1 അഡ്മിഷൻ സമയത്ത് ചെല്ലാൻ. ഇതിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇല്ലാത്തത് അലോട്ട്മെന്റ് ലെറ്ററിന്റെ 2 പേജ് ആണ്. അത് ആദ്യ അലോട്ട്മെന്റ്, ട്രയൽ അലോട്ട്മെന്റ് അല്ല, അതിനുശേഷം ആദ്യ അലോട്ട്മെന്റ് വന്നതിന് ശേഷമായിരിക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുക. ആ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അന്നേരം കൺവേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വീണ്ടും കാണാം. ബൈ.